Hello, my dear students. Welcome to Sapphire Future Academy Board Booster Series. നമ്മൾ പ്ലസ് ടു മാത്സിന്റെ കാൽക്കുലസിന്റെ ടോപ്പിക് ആയിരുന്നു ഓൾറെഡി ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഡിഫറൻസിയേഷൻ, അതിന്റെ ആപ്ലിക്കേഷൻ, ഇന്റഗ്രേഷന്റെ ആപ്ലിക്കേഷൻ. അതിന്റെ ലാസ്റ്റ് ടോപ്പിക്കാണ് നമുക്ക് അടുത്ത് വരുന്നത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ. എന്താണ് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത്? നമുക്ക് y is equal to f of x എന്ന് പറയുന്ന ഒരു ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ആയ dy by dx അല്ലെങ്കിൽ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ, ഇങ്ങനെയുള്ള എക്സ് വൈ ഇത് ഡിപ്പെൻഡന്റ് ആൻഡ് ഇൻഡിപെൻഡന്റ് വേരിയബിൾസും അതിന്റെ ഡിഫറൻഷ്യൽ കോഎഫിഷ്യൻസുകളായ ഡി വൈ ബൈ ഡി എക്സ്, ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ, ഡി ക്യൂബ് വൈ ബൈ ഡി എക്സ് ക്യൂബ്, ഇങ്ങനെയുള്ള ഡിഫറൻഷ്യൽ കോഎഫിഷ്യൻസുകളും എല്ലാം കൂടെ ചേർത്ത് നമ്മൾ എഴുതുന്ന ഒരു ഇക്വേഷനെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുന്നത്? ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന പേര് വിളിക്കുന്നത്. ഡിഫറൻഷ്യൽ ഇക്വേഷനകത്ത് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓർഡറും ഡിഗ്രിയും എന്താണ് എന്നതാണ് നമ്മൾ ഇതിനകത്ത് ആദ്യം പറയാൻ പോകുന്നത്. അതൊരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് സാധാരണ ചോദിക്കുന്നതാണ്. അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ ഞാൻ ഇവിടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എഴുതുന്നു. ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് 2y dy by dx ഈക്വൽ ടു 4. ഇതൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. dy by dx the whole cube plus d square y by dx square the whole square equal to sin x. ഇതും ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ds by dt plus d square s by dt square equal to 2s. ഈ എഴുതിയിരിക്കുന്നതും ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഇത് ഈ ഇങ്ങനെ എഴുതുന്ന, അതായത് എക്സ് അല്ലെങ്കിൽ വൈ, ആ ഡിപ്പെൻഡന്റ് ആൻഡ് ഇൻഡിപെൻഡന്റ് വേരിയബിള്, അതിന് കറസ്പോണ്ടിങ് ഡിഫറൻഷ്യൽ കോഎഫിഷ്യൻസ്, ഇതെല്ലാം കൂടെ ചേർത്ത് നമ്മൾ എഴുതുന്ന ഈ ഇക്വേഷൻസിനെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുന്നത്? ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പേര് വിളിക്കുന്നത്. അപ്പൊ നമ്മൾ ഇതിന്റെ ഫസ്റ്റ് ടോപ്പിക് പറയാൻ പോകുന്ന ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ നമുക്ക് എപ്പോഴും ബോർഡ് എക്സാമിന് ചോദിക്കുന്നതാണ്. ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓർഡറും ഡിഗ്രിയും എന്താണ്? എന്താണ് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓർഡർ എന്ന് പറയുന്നത്? ദ ഹയസ്റ്റ് ഓർഡർ ഓഫ് ദ ഹയസ്റ്റ് ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ഇൻ ദാറ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അതായത് ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എക്സിസ്റ്റ് ചെയ്യുന്ന ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ആരാണോ അതിന്റെ ഓർഡറിനെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുക? ആ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓർഡർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ അത് ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ആയ ഡി വൈ ബൈ ഡി എക്സ് ഉണ്ട്, സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ആയ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഉണ്ട് അല്ലെ? അപ്പോൾ ഇതിന്റെ ഓർഡർ എന്ന് പറയുന്നത്, ഈ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓർഡർ എന്ന് പറയുന്നത് ആരാണ്? സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ആണ് അതിലുള്ളത് ഏറ്റവും വലുത്. അതാണ് ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓർഡർ എന്ന് പറയുന്നത്. ഇനി ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനിലും സെക്കൻഡ് ഓർഡർ തന്നെയാണല്ലോ വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് പറയാം ഈ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓർഡറും 2 ആണ്. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓർഡറും എത്ര തന്നെയാണ് വന്നിരിക്കുന്നത്? നമുക്ക് 2 ആണ്. മറ്റൊരു ഇക്വേഷൻ പറയാം നമുക്ക്. ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് 2 sin x ഈക്വൽ ടു tan x. ഇതും ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓർഡർ എന്ന് പറയുന്നത് എത്രയായിരിക്കും വന്നിരിക്കുന്നത്? നമുക്ക് 1 ആണ്. കാരണം അവിടെ എക്സിസ്റ്റ് ചെയ്യുന്ന ഹയസ്റ്റ് ഡിഫറൻഷ്യൽ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് ഡി വൈ ബൈ ഡി എക്സ് ആണ്. ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ ആ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ഏതാണോ ആ ഡെറിവേറ്റീവിന്റെ ഓർഡറിനെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുന്നത്? ആ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓർഡർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അടുത്ത നമ്മൾ പറയുന്നു എന്താണ് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഡിഗ്രി എന്ന് പറയുന്നത്? ഹയസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ കോഎഫിഷ്യന്റ് ഏതാണോ അതിന്റെ ഡിഗ്രി അല്ലെങ്കിൽ അതിന്റെ പവറിനെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുക? ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഡിഗ്രി എന്ന പേര് വിളിക്കുന്നത്. അപ്പോൾ ഈ ആദ്യത്തെ എക്സാമ്പിളില് ഹയസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് സെക്കൻഡ് ഓർഡർ ആയ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ആണ്. അതിന് ഹോൾ റേസ് ടു വേറെ ടേം ഒന്നും ഇല്ല, അതുകൊണ്ട് നമുക്ക് പറയാം ഹോൾ റേസ് ടു 1 ആണ്. സോ ഡിഗ്രി ഓഫ് ദിസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസ് ഈക്വൽ ടു 1. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിയാൽ അറിയാം, ഇവിടെ ഡി വൈ ബൈ ഡി എക്സിന് ഹോൾ ക്യൂബ് ഉണ്ട്, പക്ഷെ 3 അല്ല അവിടെ എന്ത് വരുന്നത്? ഡിഗ്രി വരുന്നത്. പിന്നെ എന്ത് എടുക്കണം? ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ദ ഹോൾ സ്ക്വയർ, അതായത് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവിന്റെ ദ ഹോൾ സ്ക്വയറിനെയാണ് ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പറയാമല്ലോ ഇതിന്റെ ഡിഗ്രി എന്ന് പറയുന്നത് എത്രയായിരിക്കും വന്നിരിക്കുന്നത്? 2 ആണ്. ഇപ്പൊ ഇവിടെ നോക്കിയാല് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ആണ്, അപ്പൊ ഓർഡർ 2, അതിന്റെ പവർ 1 ആണ്. സോ ഇതിന്റെയും ഡിഗ്രി ഈക്വൽ ടു എത്ര വരും? 1 വരും. ഇവിടെ ഡി വൈ ബൈ ഡി എക്സ് ഫസ്റ്റ് ഓർഡർ ആണ്, അതിന്റെ പവർ 1 ആണ്. അതുകൊണ്ട് നമുക്ക് പറയാം ഇതിന്റെ ഡിഗ്രി എന്ന് പറയുന്നത് ഈക്വൽ ടു 1 ആണ്.
അപ്പൊ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓർഡർ പറയുമ്പോൾ നമുക്ക് കുഴപ്പമില്ല, കാരണം ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എങ്ങനെയുള്ളതായി ആയാൽ മതി. നമുക്ക് ഏതൊരു ഡിഫറൻഷ്യൽ ഇക്വേഷനിലും അതിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ഏതാണോ ആ ഡെറിവേറ്റീവ് ഏത് ഓർഡറിലുള്ളതാണോ അതിനെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുന്നത്, അതിന്റെ ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് അല്ലെങ്കിൽ ആ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓർഡർ. എന്നാൽ ഡിഗ്രി പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഒരു പോളിനോമിയലിന്റെ ഫോമിലാണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിന്റെ ഡിഗ്രി പറയാൻ പറ്റുള്ളൂ. അതർവൈസ് ഇസ് ഡിഗ്രി ഇസ് നോട്ട് ഡിഫൈൻഡ്. ഇപ്പൊ ഈ എഴുതിയിരിക്കുന്ന എല്ലാ ഡിഫറൻഷ്യൽ ഇക്വേഷൻസും ഒരു പോളിനോമിയൽ ഫോം ആണ്. അങ്ങനെ അല്ലാത്ത കേസും വരാം. dy/dx plus sin of d²y/dx² plus sin of dy/dx equal to 2x. ഇതിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ആരാണ്, 2 ആണ്. അപ്പൊ നമ്മൾ പറയുന്നു ഇതിന്റെ ഓർഡർ എന്ന് പറയുന്നത് എത്രയാണെന്ന് പറയാം, 2 ആണെന്ന് പറയാം. എന്നാൽ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഡിഗ്രി എന്ന് പറയുന്നത് നോട്ട് ഡിഫൈൻഡ് ആണ്. എന്തുകൊണ്ടാണ് നോട്ട് ഡിഫൈൻഡ് ആയത്? ഇത് ഡിഫറൻഷ്യൽ ഇക്വേഷനകത്ത് sin x into dy/dx ആണെങ്കിൽ കുഴപ്പമില്ല, sin of dy/dx, log of dy/dx, e raised to dy/dx ഇങ്ങനെ ഒന്നും വന്നാൽ അത് dy/dx മാത്രമല്ല കേട്ടോ, ഏതൊരു ഡിഫറൻഷ്യൽ കോഎഫിഷ്യന്റും അതായത് d²y/dx², dy/dx ഏത് ടേം ആണെങ്കിലും e raised to അല്ലെങ്കിൽ log of, sin of ഇങ്ങനെ ഒന്നും വന്നാൽ അതൊരു പോളിനോമിയൽ ഫോമിലല്ല. അതുകൊണ്ട് ആ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഡിഗ്രി എന്ന് പറയുന്നത് എന്തായിരിക്കും വരിക, നമുക്ക് ഈസ് നോട്ട് ഡിഫൈൻഡ് എന്ന് പറയാം. മറ്റൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ എഴുതാൻ പോകുന്നു, dy/dx plus 1/dy/dx equal to 2x എന്ന് വരും. ഇപ്പൊ ഇവിടെ നോക്കിയാൽ നമുക്കറിയാം ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് മാത്രമേ ഉള്ളൂ അവിടെ. അതുകൊണ്ട് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓർഡർ എത്രയാണെന്ന് പറയാം, 1 ആണെന്ന് പറയാം. ഇനി ഡിഗ്രി എഴുതുമ്പോൾ ഇവിടെ dy/dxന് പവർ ഒന്നും വന്നിട്ടില്ല എന്ന് കരുതി ഡിഗ്രി 1 ആവില്ല. കാരണം ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഒരു സ്റ്റാൻഡേർഡ് പോളിനോമിയൽ അല്ല. കാരണം ഇതിപ്പോ 1/x ഫോമിലാണ് കടന്നിരിക്കുന്നത്. അപ്പൊ അത് x⁻⁻1 മാറിപ്പോ അല്ലെ. അപ്പൊ ഇതിനെ നമ്മൾ എന്ത് ചെയ്യാം, dy/dx കോമൺ ആയിട്ട് എടുത്തിട്ട് ക്രോസ് ചെയ്യാം. അപ്പോൾ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എഴുതാം, dy/dx the whole square plus 1 divided by dy/dx. അത് അങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേ 2x dy/dx എന്ന് കിട്ടും. ഇപ്പൊ നമുക്ക് ഓർഡർ 1 വരും, ഡിഗ്രി അവിടെ ഹോൾ സ്ക്വയർ ഉള്ളതുകൊണ്ട് ഡിഗ്രി 2 വരും. അപ്പൊ ഓർഡർ നമുക്ക് ഏതൊരു ഡിഫറൻഷ്യൽ ഇക്വേഷനെയും പറയാം. പക്ഷെ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഡിഗ്രി പറയുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെക്ക് ചെയ്യണം ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇസ് ഇൻ ദ ഫോം ഓഫ് എ പോളിനോമിയൽ. അതർവൈസ് ഒന്നുകിൽ നമുക്ക് പോളിനോമിയൽ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും, ഇനി അതല്ല ഇതുപോലെയാണ് വരുന്നെങ്കിൽ നമുക്ക് അതിനെ പോളിനോമിയലോട്ട് കൺവേർട്ട് ചെയ്യാനൊന്നും പറ്റില്ല. പിന്നെ നമ്മൾ എങ്ങനെ ചെയ്തു കൊടുക്കണം, അതിന് ഡിഗ്രി നോട്ട് ഡിഫൈൻഡ് എന്ന് ആൻസർ കൊടുക്കണം. ഓക്കെ, നോക്കൂ, ഡിറ്റർമിൻ ദ ഓർഡർ ആൻഡ് ഡിഗ്രി ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അതിൽ എക്സിസ്റ്റ് ചെയ്തിരിക്കുന്ന ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ഫോർത്ത് ഡെറിവേറ്റീവ് ആണ് അല്ലെ. അതുകൊണ്ട് നമുക്ക് പറയാം അതിന്റെ ഓർഡർ എന്ന് പറയുന്നത് 4 ആണ്. ഡിഗ്രി എന്ന് പറയുന്നത് sin of d³ y/dx³ ആണ്. സോ ഇറ്റ്സ് ഡിഗ്രി ഈസ് നോട്ട് ഡിഫൈൻഡ്. ഡിഗ്രി നോട്ട് ഡിഫൈൻഡ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Determine order and degree of the differential equation ds/dt. The 1 mark question ആണ്. പ്ലസ് 3s d²s/dt². സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ്, ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്. അപ്പൊ ഓർഡർ 2 വരും. ഡിഗ്രി അതിന്റെ പവർ ആണ് നോക്കേണ്ടത്, അല്ലാതെ ഇപ്പുറത്ത് കിടക്കുന്ന ഹയസ്റ്റ് പവർ നോക്കരുത്. d²s/dt² അതിന്റെ പവർ ആണ് വരിക. അതിന്റെ പവർ എത്രയാണ് വന്നിരിക്കുന്നത്, 1 ആണ്. അതുകൊണ്ട് നമുക്ക് പറയാം ഈ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓർഡർ എന്ന് പറയുന്നത് 2 ആണ്, ഡിഗ്രി എന്ന് പറയുന്നത് എത്രയാ വരിക, 1 ആണ് എന്ന് പറയാം. വാട്ട്സ് ഓർഡർ ആൻഡ് ഡിഗ്രി ഓഫ് ദിസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ? d²y/dx² ഉണ്ട്, സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് പറയാം ഈ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓർഡർ എന്ന് പറയുന്നത് എത്രയാണെന്ന് പറയാം, നമുക്ക് 2 ആണെന്ന് പറയാം. അതിന്റെ ഡിഗ്രി നോട്ട് ഡിഫൈൻഡ് ആണ്, കാരണം cos of dy/dx ഉണ്ട്. സോ ഡിഗ്രി ഈസ് നോട്ട് ഡിഫൈൻഡ്. 1 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസുകളാണ് ഇതിൽ ഈ രീതിയിൽ വരിക കേട്ടോ. ഡിറ്റർമിൻ ദ ഓർഡർ ആൻഡ് ഡിഗ്രി. d²y/dx² is equal to cos 3x plus sin 3x. സെക്കൻഡ് ഡെറിവേറ്റീവ്, സോ ഓർഡർ 2, അതിന്റെ പവർ 1. സോ ഓർഡർ 2 ആൻഡ് ഡിഗ്രി ഇസ് ഈക്വൽ ടു 1.
ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റൻ ആയിട്ട് ചോദിച്ചിരിക്കുന്നു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ദ ഹോൾ ക്യൂബ് പ്ലസ് ഡി വൈ ബൈ ഡി എക്സ് ദ ഹോൾ സ്ക്വയർ പ്ലസ് സൈൻ ഓഫ് ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് 1 is equal to 0. ഡിഗ്രി ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഓർഡർ പറയാൻ പറ്റും നമുക്ക്. എന്താണ്? ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ആണ് ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്. അപ്പൊ ഓർഡർ എത്രയാണെന്ന് പറയാം? 2 ആണെന്ന് പറയാം. പക്ഷെ ഇവിടെ സൈൻ ഓഫ് ഡി വൈ ബൈ ഡി എക്സ് കിടക്കുന്നത് കൊണ്ട് അതിന്റെ ഡിഗ്രി എത്രയാണ്? നോട്ട് ഡിഫൈൻഡ് ആണ് എന്നാണ് അതിന്റെ കണ്ടീഷൻ. അപ്പൊ തന്നിരിക്കുന്ന ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനെ ഓർഡറും ഡിഗ്രിയൊക്കെ എങ്ങനെയാ എഴുതേണ്ടത് എന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതൊരു 1 മാർക്ക് ക്വസ്റ്റൻ ആയിട്ട് നമുക്ക് ചോദിക്കുന്നതാണ്. 1 മാർക്ക് ക്വസ്റ്റൻ ഉള്ളതേ ഉള്ളൂ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ശരിക്കും ഇതിനകത്ത് കൂടുതലായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പൊ എന്താണ് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാല്, ആ തന്നിരിക്കുന്ന y is equal to f of x എന്ന് പറയുന്ന ഫംഗ്ഷൻ ആ തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ആവണം. അപ്പോഴാണ് നമ്മൾ എന്ത് പറയുന്നത്? അതിനെ ആ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയാം. വെരിഫൈ ദാറ്റ് ദ ഫംഗ്ഷൻ y is equal to e raised to minus 3x is a solution of the differential equation d square y by dx square plus dy by dx minus 6y equal to 0. വേറൊന്നുമില്ല. ഈ തന്നിരിക്കുന്ന y ഈ തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷന് ഹോൾഡ് ചെയ്യുന്നുണ്ടോ, സാറ്റിസ്ഫൈഡ് ആവുന്നുണ്ടോ, അത് മാത്രം ചെക്ക് ചെയ്താൽ മതി. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഫൈൻഡ് dy by dx. What is dy by dx? e raised to minus 3x. ഡെറിവേറ്റീവ് എത്രയാ? e raised to minus 3x into എത്രയാന്ന് കിട്ടിയത് നമുക്ക്? -3. അടുത്ത അതിന്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു -3 കോൺസ്റ്റന്റ് ആണ്. e raised to minus 3x ഡെറിവേറ്റീവ് എത്ര വരും? e raised to minus 3x into ഒരു -3. സോ 9 e raised to minus 3x എന്ന് കിട്ടി. അപ്പൊ ഫസ്റ്റ് ഡെറിവേറ്റീവും കിട്ടി, സെക്കൻഡ് ഡെറിവേറ്റീവും കിട്ടി. അത് ഈ ഇക്വേഷനിലോട്ട് കൊടുത്താൽ എന്താ വരിക? 9 e raised to minus 3x plus -3 e raised to minus 3x minus 6. y എത്രയാണ്? e raised to minus 3x. അപ്പൊ ഇത് 9 minus 3 6 minus 6. So that's equal to 0 എന്ന് കിട്ടും. ഇതാണ് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്കൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ടുണ്ട്, സൊല്യൂഷനും തന്നിട്ടുണ്ട്. ജസ്റ്റ് വെരിഫൈ ചെയ്യുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് മാത്രം നമുക്ക് ചെയ്താൽ മതി. ബോർഡ് എക്സാമിന് നമുക്ക് ക്വസ്റ്റ്യൻ അങ്ങനെയും അല്ല വരുന്നത്. സൊല്യൂഷൻ തരില്ല, ഡിഫറൻഷ്യൽ ഇക്വേഷൻ മാത്രം തരും. എന്നിട്ട് അതിന് സാറ്റിസ്ഫൈഡ് ആകുന്ന ഒരു സൊല്യൂഷൻ നമ്മൾ കണ്ടെത്തണം. അങ്ങനെയാണ് നമുക്ക് ബോർഡ് എക്സാമിന് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അല്ലാതെ ഇതുപോലെ ജസ്റ്റ് വെരിഫൈ, ഇവിടെ നമുക്ക് സൊല്യൂഷനും ഉണ്ട് ഡിഫറൻഷ്യൽ ഇക്വേഷനും ഉണ്ട്. അപ്പൊ ആ സൊല്യൂഷൻ ഇതിന്റെ ആണോ എന്ന് വെരിഫൈ ചെയ്താൽ മാത്രം മതി. പക്ഷെ നമുക്ക് അങ്ങനെയല്ല ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തരും, എന്നിട്ട് അതിന്റെ സൊല്യൂഷൻ ഏതാണ് എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ഇതാകുമ്പോൾ നമുക്ക് വെറുതെ ഒരു വെരിഫിക്കേഷൻ മാത്രം ചോദിച്ചു എന്നേ ഉള്ളൂ. അതുപോലെ വെരിഫൈ എന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. y is equal to a cos x plus b sin x. So what is dy by dx? dy by dx is equal to a into cos x derivative minus sin x minus a sin x plus b cos x. Second derivative d square y by dx square minus a cos x minus b sin x. ഇതിൽ നിന്നൊരു മൈനസ് ഔട്ട്സൈഡിൽ ഇട്ടാല് ഇതിനെ എഴുതാമല്ലോ a cos x plus b sin x എന്ന് കൊടുക്കാം. a cos x plus b sin x y ആണ്. സോ ഇറ്റ് ബിക്കംസ് മൈനസ് y. അതുകൊണ്ട് നമ്മൾ എഴുതുന്നു d സ്ക്വയർ y ബൈ ഡി എക്സ് സ്ക്വയർ. ഈ y ഇപ്പുറത്തെടുത്തേ പ്ലസ് y ഇസ് ഈക്വൽ ടു എത്രയാണ്? 0 എന്ന് ആൻസർ കൊടുക്കാം. ഇതാണ് നമ്മുടെ ആൻസർ. അപ്പൊ ഇവിടെയെല്ലാം നമുക്ക് തന്നിരിക്കുന്നത് എന്ത് മാത്രമാണ്? സൊല്യൂഷനും തന്നിട്ടുണ്ട്, ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ടുണ്ട്. ജസ്റ്റ് വെരിഫൈ ചെയ്യുക എന്ന് മാത്രമാണ്. എന്നാൽ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ തരും, സൊല്യൂഷൻ നമ്മൾ കണ്ടുപിടിക്കുക. പക്ഷെ ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ എഴുതിയത് രണ്ടും സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ഉള്ളതായിരുന്നു. പക്ഷെ നമുക്ക് സൊല്യൂഷൻ ആയിട്ട് കണ്ടുപിടിക്കാനുള്ളത് വെരിഫിക്കേഷൻ അല്ല, സൊല്യൂഷൻ ആയിട്ട് കണ്ടുപിടിക്കാനുള്ളത് ഏത് മാത്രമാണ്? ഫസ്റ്റ് ഓർഡർ ഫസ്റ്റ് ഡിഗ്രി ഡിഫറൻഷ്യൽ ഇക്വേഷൻ മാത്രമാണ് സൊല്യൂഷൻ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ അത് നമുക്കൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ സൊല്യൂഷൻ മെത്തേഡ് ഓഫ് സോൾവിംഗ് ഫസ്റ്റ് ഓർഡർ ഫസ്റ്റ് ഡിഗ്രി ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു. മെയിൻലി നമ്മൾ 3 ടൈപ്പിലുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് ഇവിടെ ഹാൻഡിൽ ചെയ്യുന്നത്. ഒന്നാമത്തെ ഫോം എന്ന് പറയുന്നത് വേരിയബിൾ സെപ്പറബിൾ ഫോം, രണ്ടാമത്തെ ഫോം എന്ന് പറയുന്നത് ഹോമോജീനിയസ് ഫോം, മൂന്നാമത്തെ ഫോം എന്ന് പറയുന്നത് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ.
അപ്പൊ ഓരോ ക്വസ്റ്റ്യനും വരുമ്പോൾ അതിനകത്ത് അവര് ഒരു ഡിഫറൻഷ്യൽ നിന്നിട്ട് ജസ്റ്റ് സോൾവ് എന്ന് മാത്രമേ പറയുള്ളൂ. അപ്പൊ ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണം അത് എങ്ങനെയാണോ എന്ന്, വേരിയബിൾ സെപ്പറബിൾ ആണോ, ഹോമോജീനിയസ് ആണോ, ലീനിയർ ആണോ എന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണം. അപ്പൊ അതിനുള്ള ഓരോ വഴികളും എങ്ങനെയാണ് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമുക്ക് കണ്ടാൽ ഇതിൽ ഏത് ഫോമിലുള്ളതാണ് എന്ന് മനസ്സിലാകുന്നത് എന്നുള്ളത് നമുക്ക് ഒന്ന് നോക്കാം. അപ്പൊ അതില് ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത് ഏത് മെത്തേഡായിരുന്നു? വേരിയബിൾ സെപ്പറബിൾ ഫോം. അതിന്റെ പേരിൽ നിന്ന് തന്നെ കാര്യം ക്ലിയർ ആണ്. എന്താ വേരിയബിൾ സെപ്പറബിൾ ഫോം എന്ന് പറഞ്ഞാൽ? വേരിയബിൾസ് സെപ്പറേറ്റ് ചെയ്യുക, രണ്ട് സൈഡും ഇന്റഗ്രേറ്റ് ചെയ്യാം. എന്ന് വെച്ചാൽ എക്സും ഡി എക്സും എല്ലാം വരുന്ന ടേം ഒരു സൈഡിലും വൈയും ഡി വൈയും എല്ലാം വരുന്ന ടേം റൈറ്റ് സൈഡിലോട്ട് മാറ്റുക, രണ്ട് സൈഡിലാക്കുക. അതായത് വേരിയബിള് സെപ്പറേറ്റ് ചെയ്തിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുക എന്നതാണ് എവിടെ വരുന്നത്? വേരിയബിൾ സെപ്പറബിൾ ഫോമിൽ വരും. അപ്പൊ നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. dy by dx is equal to x plus 1 by 2 minus y. y not equal to 2. ഡിനോമിനേറ്റർ 0 ആവാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ വേരിയബിൾ സെപ്പറേറ്റ് ചെയ്യാണ്. ഇവിടെ dy ഉണ്ട്, ഇവരെ ഇങ്ങോട്ട് ക്രോസ് ചെയ്യുക, ഈ dx ഇവിടെ ക്രോസ് ചെയ്യുക. അപ്പോൾ ഇതെങ്ങനെ വരും? 2 minus y dy equal to x plus 1 dx. ഇങ്ങനെ വരും. ഇനി രണ്ട് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാം. വാട്ട്സ് ഇന്റഗ്രൽ ഓഫ് 2 വിത്ത് റെസ്പെക്ട് ടു y ആണ്. സോ വാട്ട്സ് ഇന്റഗ്രൽ ഓഫ് 2y. വൈയുടെ ഇന്റഗ്രൽ എന്ന് പറയുന്നത് എത്രയാണ്? y സ്ക്വയർ ബൈ 2. എക്സിന്റെ ഇന്റഗ്രല് x സ്ക്വയർ ബൈ 2. 1ന്റെ ഇന്റഗ്രൽ x, പിന്നെ ഇവിടെ ഒരു പ്ലസ് സിയും കൂടെ കൊടുക്കാം. ഈ 2 വേണമെങ്കിൽ കോമൺ ആയിട്ട് എടുത്താൽ നമുക്ക് 4y മൈനസ് y സ്ക്വയർ ഈക്വൽ ടു x സ്ക്വയർ പ്ലസ് 2x പ്ലസ് 2c എന്നാക്കിയിട്ട് ഈ കോമൺ വന്നിരിക്കുന്ന 2 കട്ട് ചെയ്യാം. ടേംസ് എല്ലാം കൂടെ ഒരു സൈഡിലോട്ട് ആക്കാം. അപ്പൊ എങ്ങനെ വന്നത്? 4y മൈനസ് y സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ മൈനസ് 2x മൈനസ് 2c ഈക്വൽ ടു 0. ഇനി ഇവിടെ 2c എന്ന് ഇട്ടില്ല എന്ന് വെച്ചാൽ കുഴപ്പമില്ല. ബിക്കോസ് c is a constant, then 2c is also a constant. അത് k എന്നോ c എന്നോ മാത്രം ഡിനോട്ട് ചെയ്താലും മതി. ഇതാണ് വേരിയബിൾ സെപ്പറബിൾ ഫോം എന്ന് പറയുന്നത്. എന്താണ്? വേരിയബിൾസ് എന്ത് ചെയ്യാൻ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുക. വേരിയബിൾ സെപ്പറബിൾ ഫോം എന്ന് പറഞ്ഞാൽ വേരിയബിൾസ് സെപ്പറേറ്റ് ചെയ്യുക. എക്സും ഡി എക്സും വരുന്ന ടേംസ് അല്ല ഒരിടത്തും, വൈയും ഡി വൈയും വരുന്ന ടേംസ് എല്ലാം ഒരു സൈഡിലായിട്ട് രണ്ട് സൈഡും സെപ്പറേറ്റ് ആയിട്ട് ഇന്റഗ്രേറ്റ്. ഇതാണ് നമ്മുടെ വേരിയബിൾ സെപ്പറബിൾ ഫോം എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. നോക്കൂ, അതുപോലെ തന്നെ വരുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ. dy by dx is equal to 1 plus y square by 1 plus x square. ഈ ഡിവൈയും ഡി എക്സും എപ്പോഴും ന്യൂമറേറ്ററിലേ വരാവുള്ളൂ. അപ്പോൾ ഇവിടെ ഓൾറെഡി ന്യൂമറേറ്ററിൽ dy കിടപ്പുണ്ട്. ഈ ഡി എക്സിനെ നമ്മൾ നേരെ അങ്ങോട്ട് ക്രോസ് ചെയ്തു. അപ്പോൾ എങ്ങനെ എഴുതാം? ഡിവൈയുടെ കൂടെ by 1 plus y square വരും. ഇവിടെ dx ഡിവൈഡഡ് ബൈ 1 plus x square വരും. What's the integral of 1 by 1 plus x square? Tan inverse x. So what's the integral of 1 by 1 plus y square? Tan inverse y equal to tan inverse x plus c എന്ന ആൻസർ വരും. പലതവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. Find the particular solution of the differential equation. ഇപ്പൊ നമ്മൾ ഒന്ന് രണ്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ സൊല്യൂഷൻ കണ്ടുപിടിച്ചു. അവിടെ ഞാൻ പ്ലസ് സി എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ കൊടുത്തിരുന്നു. അപ്പോൾ അതൊരു ജനറൽ സൊല്യൂഷൻ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. ഇനി എന്താ പർട്ടിക്കുലർ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ആ സിക്ക് ഈ തന്നിരിക്കുന്ന വാല്യൂവിൽ കിട്ടുന്ന പർട്ടിക്കുലർ വാല്യൂവും കൂടെ ചേർത്ത് എഴുതുന്ന സൊല്യൂഷൻ ആണ് നമ്മൾ പർട്ടിക്കുലർ സൊല്യൂഷൻ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടതുള്ളൂ സാധാരണ പോലെ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. എങ്ങനെയാ പറയാം? dy ഡിവൈഡഡ് ബൈ y സ്ക്വയർ ഈക്വൽ ടു മൈനസ് 4x dx. രണ്ട് സൈഡും ഇതുപോലെ ഇന്റഗ്രേറ്റ് ചെയ്തു. 1 by y സ്ക്വയർ 1 by എക്സിന്റെ ഡെറിവേറ്റീവ് ആണ് മൈനസ് 1 by x സ്ക്വയർ അല്ലെ. അപ്പൊ മൈനസ് 1 by x സ്ക്വയറിന്റെ ഇന്റഗ്രൽ ആണ് 1 by x. അപ്പൊ 1 by y സ്ക്വയറിന്റെ ഇന്റഗ്രൽ എത്രയാണ്? മൈനസ് 1 by y. ഇവിടെ മൈനസ് 4 കോൺസ്റ്റന്റ്, എക്സിന്റെ ഇന്റഗ്രല് x സ്ക്വയർ ബൈ 2. അപ്പോൾ ഇത് എങ്ങനെ എഴുതാം? 1 by y ഈക്വൽ ടു, ഇത് കട്ട് ചെയ്താൽ ഇവിടെ ഒരു 2 വന്നു, 2x സ്ക്വയർ മൈനസ് സി എന്ന് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞാൽ ആ മൈനസ് സി ഇട്ടില്ലേലും പ്ലസ് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല, കോൺസ്റ്റന്റ് ആണ്. ഇത് 1 by y ആണ്. സോ y ഈക്വൽ ടു 1 by 2x സ്ക്വയർ മൈനസ് സി. ഇവിടെ വരെ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് നമ്മളുടെ ജനറൽ സൊല്യൂഷൻ ആണ്.
ക്വസ്റ്റ്യൻ പർട്ടിക്കുലർ സൊല്യൂഷൻ ആണ്. അതായത് ഈ സിക്ക് ഒരു പർട്ടിക്കുലർ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം യൂസിങ് ദിസ് കണ്ടീഷൻ when y is equal to 1 and x is equal to 0. ഇതിനകത്ത് ഇത് ഈ ഇക്വേഷൻ അകത്ത് കൊടുത്താൽ മതി. ഈ ഇക്വേഷൻ അത് കൊടുത്തിട്ട് yക്ക് 1 കൊടുക്കുക, xന് 0 കൊടുക്കുക. അപ്പോ 1/1 yക്കാണല്ലോ 1, ഈ xന് 0 കൊടുത്തു. ഈക്വൽ ടു എത്ര കിട്ടി നമുക്ക് അവിടെ? -c എന്ന് കിട്ടി. അല്ലെങ്കിൽ c ഈസ് ഈക്വൽ ടു എത്രയാണ്? -1. ആ വാല്യൂ ഇവിടെ എടുത്തു കൊടുക്കുക. 1/2x² + 1 എന്ന് വരും. ഇവിടെ -c ആണ്, cക്ക് -1 ആണ്. ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന വാല്യൂ ആണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പർട്ടിക്കുലർ സൊല്യൂഷൻ എന്ന് വിളിക്കാം. അപ്പൊ ജനറൽ സൊല്യൂഷൻ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് അവിടെ ആ സി എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷന് ഒരു പർട്ടിക്കുലർ വാല്യൂ ഈ ഗിവൺ കണ്ടീഷൻ ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യുക. അതാണ് നമ്മുടെ പർട്ടിക്കുലർ സൊല്യൂഷൻ എന്ന് പറയുന്നത്. Find the general solution. dy/dx is equal to 1 - cos x / 1 + cos x. ഇവിടെ ആകെ y ടേം എന്ന് പറയാനുള്ളത് ഈ dy മാത്രമേ ഉള്ളൂ. ബാക്കി മുഴുവൻ എക്സിന്റെ ടേം ആണ് അല്ലെ. ഇന്റഗ്രേഷൻ നമുക്ക് കോഷ്യൻ റൂൾ ഇല്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? ഹാഫ് ആംഗിൾ ഇക്വേഷൻ കൊടുക്കുക. what is 1 - cos x? 2 sin² x/2. 1 + cos x 2 cos² x/2. 2 2 കട്ട് ചെയ്തു. അപ്പോൾ ഇത് എന്ത് വന്നു? നമുക്ക് tan² x/2 എന്ന് കിട്ടി. അല്ലെങ്കിൽ tan² x-ന്റെ ഇന്റഗ്രൽ നമുക്ക് അറിയില്ല. tan x-ന്റെ ഡെറിവേറ്റീവ് sec² ആയതുകൊണ്ട് sec²ന്റെ ഇന്റഗ്രൽ tan x ആണെന്ന് അറിയാം. tan² ഇന്റഗ്രൽ അറിയില്ല. അപ്പൊ ഈ tan² നമ്മൾ ആരുടെ ടൈമിലോട്ട് മാറ്റണം? sec² ടൈമിലോട്ട് മാറ്റണം അല്ലെ. അപ്പൊ നമ്മൾ ട്രിഗണോമെട്രി പഠിച്ചിട്ടുണ്ടല്ലോ. 1 + tan² x എന്ന് പറയുന്നതാണ് sec² x അല്ലെ. അപ്പോൾ tan² x is equal to എത്ര കിട്ടി ആൻസർ? sec² x - 1 എന്ന് കിട്ടി. tan² x is equal to sec² x - 1. അപ്പൊ ഇതിനെ നമ്മൾ എഴുതുന്നു sec² x/2 - 1. ഇനി ഇന്റഗ്രേറ്റ് ചെയ്യാം. എന്താണ്? ഇന്റഗ്രൽ dy ഈക്വൽ ടു ഇന്റഗ്രൽ sec² x/2 - 1. രണ്ട് സൈഡും ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇവിടെ dy മീൻസ് 1 മാത്രമേ ഉള്ളൂ. 1ന്റെ ഇന്റഗ്രൽ എടുക്കുമ്പോൾ എത്രയാണ് നമുക്ക്? y കിട്ടും. y ഈക്വൽ ടു എത്രയാ? sec² x/2ന്റെ ഇന്റഗ്രൽ എന്താ വന്നിരിക്കുന്നത് പറഞ്ഞേ? വാട്ട്സ് ഇന്റഗ്രൽ ഓഫ് sec² x? tan x-ന്റെ ഡെറിവേറ്റീവ് ആണല്ലോ sec² x. അപ്പൊ sec² x-ന്റെ ഇന്റഗ്രൽ എന്ന് പറയുന്നത് ആരാണ്? tan x. tan x/2 ഡിവൈഡഡ് ബൈ x/2ന്റെ ഡെറിവേറ്റീവ് ആയ 1/2 കൂടെ കൊടുക്കണം. മൈനസ് ഈ 1ന്റെ ഇന്റഗ്രല് x കൂടെ കൊടുത്തു. ഈ 2 അങ്ങ് മേളിൽ എഴുതാം. y ഈക്വൽ ടു 2 tan x/2 മൈനസ് x പ്ലസ് c. ഇത്രയും എഴുതിയാൽ ഇതിന്റെ സൊല്യൂഷൻ ആയി. അപ്പൊ ഇതാണ് നമ്മൾ പറയുന്ന വേരിയബിൾ സെപ്പറബിൾ ഫോം എന്ന് പറയുന്നത്. വേരിയബിൾസ് എന്ത് ചെയ്യുക? സെപ്പറേറ്റ് ചെയ്യുക, അതിനെ ഇന്റഗ്രേഷൻ ചെയ്യുക. ഇതിനെ പർട്ടിക്കുലർ സൊല്യൂഷൻ ജനറൽ സൊല്യൂഷൻ എടുക്കാം. എന്തായിരുന്നു കണ്ടീഷൻ? ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി അല്ലെ. sec² x tan/dx ഈക്വൽ ടു മൈനസ് sec² y tan x dy എന്ന് കിട്ടും. വേരിയബിൾ സെപ്പറേറ്റ് ചെയ്യാം. ഇവിടെ dx കിടക്കുന്നുണ്ട്, x ടേം എല്ലാം ഇവിടെ വരട്ടെ. അപ്പോൾ sec² x dx ഡിവൈഡഡ് ബൈ tan x. ഇവിടെ sec² y ബൈ tan y dy ഇങ്ങനെ വരും. ഇന്റഗ്രേഷൻ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞാണ് ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് ആണ് ന്യൂമറേറ്ററിൽ വരുന്നതെങ്കിൽ അതിനെ എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞിരിക്കുന്നത്? ലോഗ് മോഡുലസ് ഡിനോമിനേറ്റർ എന്ന് കൊടുക്കാമല്ലോ. അപ്പൊ ഇതിനെ എങ്ങനെ കൊടുക്കാം? ലോഗ് മോഡുലസ് tan x ഈക്വൽ ടു മൈനസ് ലോഗ് മോഡുലസ് tan y. ഇവിടെ എല്ലാ ടേമും ലോഗിന്റെ ടേമിൽ ആയതുകൊണ്ട് കോൺസ്റ്റന്റും സിംപ്ലിഫിക്കേഷനും വേണ്ടിയിട്ട് എളുപ്പത്തിന് നമുക്ക് ലോഗ് സി എന്ന് കൊടുക്കാം. ഈ ടേം ഇവിടെ കൊടുക്കുക. അപ്പോൾ എന്ത് വന്നു? നമുക്ക് ലോഗ് മോഡുലസ് tan x പ്ലസ് ലോഗ് മോഡുലസ് tan y ഈക്വൽ ടു ലോഗ് സി എന്ന് കിട്ടി. സോ ലോഗ് എ പ്ലസ് ലോഗ് ബി ഈസ് ലോഗ് എ ബി ലോഗ് മോഡുലസ് tan x ഇൻറ്റു tan y ഈക്വൽ ടു ലോഗ് സി. രണ്ട് സൈഡും ലോഗ് ക്യാൻസൽ ചെയ്താൽ നമുക്ക് പറയാം മോഡുലസ് tan x tan y is equal to c, or the final answer is tan x tan y equal to plus or minus c. മോഡുലസ് മാറ്റുമ്പോൾ അത് പ്ലസ് ഓർ മൈനസ് ആവും. ഇല്ലെങ്കിൽ ഒരു കോൺസ്റ്റന്റ് എന്ന് മാത്രം കൊടുത്താലും അതിന്റെ ആൻസർ ആവും. പറഞ്ഞു മനസ്സിലായി? ഇതൊക്കെ പലതവണ ആവർത്തിച്ച് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്.
അടുത്ത ദിവസം നോക്കി ഇതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഇതിനൊന്ന് വേരിയബിൾ സെപ്പറേറ്റ് ചെയ്താൽ ഇ റൈസ് ടു എക്സ് പ്ലസ് ഇ റൈസ് ടു മൈനസ് എക്സ് ഡി വൈ ഈക്വൽ ടു ഇ റൈസ് ടു എക്സ് മൈനസ് ഇ റൈസ് ടു മൈനസ് എക്സ് ഡി എക്സ്. ഇവിടെ വൈ ടൈം ഈ ഒരു ടൈം മാത്രമേ ഉള്ളൂ അല്ലെ. അപ്പോൾ ഇ റൈസ് ടു എക്സ് മൈനസ് ഇ റൈസ് ടു മൈനസ് എക്സ് ബൈ ഇ റൈസ് ടു എക്സ് പ്ലസ് ഇ റൈസ് ടു മൈനസ് എക്സ് ഡി എക്സ് എന്ന് കൊടുക്കാം. രണ്ട് സൈഡും നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. y ഈക്വൽ ടു ഇവിടെ നോക്കൂ, ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് അല്ലേ ന്യൂമറേറ്റർ. ഇ റൈസ് ടു എക്സിന്റെ ഡെറിവേറ്റീവ് ഇ റൈസ് ടു എക്സ്, ഇ റൈസ് ടു മൈനസ് എക്സിന്റെ ഡെറിവേറ്റീവ് ഇ റൈസ് ടു മൈനസ് എക്സ് ഇൻറ്റു ഒരു മൈനസ് വൺ കൂടെ വരും. അപ്പോൾ ഇതിന്റെ ഇന്റഗ്രൽ ലോഗ് മോഡുലസ് ഇ റൈസ് ടു എക്സ് പ്ലസ് ഇ റൈസ് ടു മൈനസ് എക്സ് പ്ലസ് സി. എല്ലാ ടേമും ലോഗിന്റെ ടേബിളാണെങ്കിൽ മാത്രം കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ കൊടുക്കുമ്പോൾ നമുക്ക് ലോഗ് സി കൊടുത്താൽ മതി. ഇവിടെ ഒരു ടൈമേ ഉള്ളൂ, അതുകൊണ്ട് നമുക്ക് ഇതിന് ആൻസർ കൊടുക്കാം. ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഏറ്റവും കൂടുതൽ തവണ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഈ സാധനമാണ്. ഏതാ? വേരിയബിൾ സെപ്പറബിൾ ഫോം ആണ്. ഓക്കെ, ഇതിന് എങ്ങനെയാ വേരിയബിൾ സെപ്പറേറ്റ് ചെയ്യുന്നത്? ഡി വൈ ഡിവൈഡഡ് ബൈ 1 പ്ലസ് വൈ സ്ക്വയർ. ഇവിടെ 1 പ്ലസ് എക്സ് സ്ക്വയർ ഇൻറ്റു ഡി എക്സ്. ഡി എക്സ് ഡി വൈ എപ്പോഴും ന്യൂമറേറ്റർ വരുന്ന രീതിയിൽ ആൻസർ പോകാവുള്ളൂ. അപ്പൊ 1/1 പ്ലസ് വൈ സ്ക്വയർ എന്ന് പറയുമ്പോൾ അതിന്റെ ഇന്റഗ്രൽ ആരാണ്? ടാൻ ഇൻവേഴ്സ് y ആണ്. ഇതിന്റെ ഇന്റഗ്രൽ എത്ര വരും? 1ന്റെ ഇന്റഗ്രൽ എക്സ്, എക്സിന്റെ ഇന്റഗ്രൽ എക്സ് സ്ക്വയറിന്റെ ഇന്റഗ്രൽ എക്സ് ക്യൂബ് ബൈ 3 പ്ലസ് സി. ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റുന്നതും വേരിയബിൾ സെപ്പറബിൾ തന്നെയാണ്. വേരിയബിൾ സെപ്പറബിൾ എന്താണ് നമുക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കും എന്നുള്ളത് ഉറപ്പാണ്. അത്രയും ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് വേരിയബിൾ സെപ്പറബിൾ ഫോം എന്ന് പറയുന്നത്. ഇനി ഈ ഇക്വേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് സോൾവ് ചെയ്യാമല്ലോ. ഇ റൈസ് ടു എക്സ് ടാൻ ബൈ dx ഈക്വൽ ടു മൈനസ് ഒരു ടേം റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോയി മൈനസ് ആക്കി, എന്നിട്ട് വേരിയബിൾ സെപ്പറേറ്റ് ചെയ്തു. അപ്പൊ ഇവിടെ ഇ റൈസ് ടു എക്സ് ബൈ 1 മൈനസ് ഇ റൈസ് ടു എക്സ് ഡി എക്സ്. ഇവിടെ മൈനസ് സീക് സ്ക്വയർ വൈ ബൈ ടാൻ ബൈ ഡി വൈ. രണ്ട് സൈഡും ഇന്റഗ്രേറ്റ് ചെയ്യാം. ഈ ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് എത്ര വരും? 1ന്റെ ഡെറിവേറ്റീവ് 0, ഇ റൈസ് ടു മൈനസ് എക്സിന്റെ ഡെറിവേറ്റീവ് ഇ റൈസ് ടു മൈനസ് എക്സ് ഇൻറ്റു മൈനസ് 1 വരും. ഇതൊന്ന് നമുക്ക് എന്ത് ചെയ്ത് കൊടുത്താൽ മതി? സിംപ്ലിഫൈ ചെയ്യാം. ഇ റൈസ് ടു എക്സിന്റെ ഡെറിവേറ്റീവ് ഇ റൈസ് ടു എക്സ്. ഈ ഒരു മൈനസും കൂടി ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഇതിനെ ലോഗ് ട്രാൻസ്ഫർ കൊടുക്കുക അല്ലെ. അപ്പൊ ഇവിടെ ഒരു മൈനസ് കൊടുക്കുക, ഔട്ട് സൈഡിൽ ഒരു മൈനസ് കൊടുക്കാം. അപ്പോൾ ഈ മൈനസും ക്യാൻസൽ ആയി. അപ്പോൾ ഇതിന്റെ ഇന്റഗ്രല് ലോഗ് മോഡുലസ് 1 മൈനസ് ഇ റൈസ് ടു എക്സ്, ഇതിന്റെ ഇന്റഗ്രല് ലോഗ് മോഡുലസ് ടാൻ വൈ. അപ്പോൾ എന്ത് കൊടുക്കാം? നമുക്ക് ഇവിടെ കോൺസ്റ്റന്റ് ലോഗ് സി എന്നും കൊടുക്കാം. ഇനി ലോഗ് വന്നിട്ട് ഒരിടത്തേക്ക് മാറ്റിയാൽ ലോഗ് ഇവിടെ 1 മൈനസ് ഇ റൈസ് ടു എക്സ് മൈനസ് ടാൻ വൈ വരും അല്ലെ. അപ്പോൾ ബൈ ടാൻ വൈ എന്ന് വരും ഈക്വൽ ടു ലോഗ് സി. ഇനി നമുക്ക് ലോഗ് മാറ്റിയിട്ട് 1 മൈനസ് ഇ റൈസ് ടു എക്സ് ബൈ ടാൻ വൈ ഇസ് ഈക്വൽ ടു സി എന്ന് നമുക്ക് ഇതിന് ആൻസർ കൊടുക്കാം. അപ്പൊ വേരിയബിൾ സെപ്പറബിൾ ഫോം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതുമാണ്. ഈ ക്വസ്റ്റ്യനും അതുപോലെ തന്നെ ഒന്ന് പറയാമല്ലോ. എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് 1 ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു 1. അപ്പൊ ഇവിടെ ഡി വൈ ഈക്വൽ ടു ഇതിനെ എങ്ങനെ കൊടുക്കാം? നമുക്ക് ഇങ്ങോട്ട് ഇത് ന്യൂമറേറ്ററിലോട്ട് വന്നില്ലേ, ഡി എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് 1. അല്ലെങ്കിൽ ഇതിനെ എഴുതാം ഡി എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് മൈനസ് 1 എന്ന് കൊടുക്കാം. ഇനി രണ്ട് സൈഡ് നമ്മൾ എന്ത് ചെയ്യുക? ഇന്റഗ്രേഷൻ ചെയ്യുക. ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ y മാത്രം വരും. ഇതിനെ നമ്മൾ എന്താണ്? പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡിൽ ഇന്റഗ്രേറ്റ് ചെയ്യണം. പാർഷ്യൽ ഫ്രാക്ഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ഇത് മാത്രം എടുക്കുക. എങ്ങനെയാ പാർഷ്യൽ ഫ്രാക്ഷൻ കൊടുക്കുന്നത്? a ബൈ എക്സ് പ്ലസ് ബി ബൈ എക്സ് പ്ലസ് 1 പ്ലസ് സി ബൈ എക്സ് മൈനസ് 1 അങ്ങനെ കൊടുത്ത് നമ്മൾ എയുടെയും ബിയുടെയും വാല്യൂസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്ത് പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡിൽ അതിനെ ഇന്റഗ്രേറ്റ് ചെയ്തു. അപ്പൊ ഒരു പ്ലസ് സി എന്ന് പറഞ്ഞ ഒരു കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ വന്നല്ലോ, വന്നില്ലേ? അപ്പൊ അവിടെ എന്ത് ചെയ്യാം? വൈക്ക് 0യും എക്സിന് 2ഉം കൊടുത്തുകൊണ്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? അതിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വേരിയബിൾ സെപ്പറബിൾ ഫോമിലേക്കുള്ള ഇന്റഗ്രേഷൻ ചെയ്യുന്നത്. അപ്പൊ 3 മെത്തേഡ്സ് ആണ് നമ്മൾ പറയുന്നത്. വേരിയബിൾ സെപ്പറബിൾ ഉണ്ട്, ഹോമോജീനിയസ് ഉണ്ട്, ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ട്. അപ്പൊ ഇതിനകത്ത് ഫസ്റ്റ് ടോപ്പിക് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. വേരിയബിൾ സെപ്പറബിൾ വളരെ ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്, നന്നായിട്ട് ചെയ്തു പഠിക്കണം.